മക്കളെ, ഇന്ന് നമുക്ക് സിലാബീനത്തി ലടിക്കിയാം എന്ന കവിതയുടെ ആശയവും കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യനും നോക്കാം. ശ്രീ ഏകാന്ത് ശ്രീവാത്സവ് ഹിന്ദി സാഹിത്യക്കെ ലേഖകോं में പ്രമുഖ है. ഹിന്ദി സാഹിത്യത്തിലെ ലേഖകന്മാരിൽ പ്രമുഖനായിരുന്നു ശ്രീ ഏകാന്ത് ശ്രീവാത്സവ്. यह कविता सिला बिनने वाली लड़कियों के मेहनत और खुशी का बहुत सरल चित्रण करती है. ഈ കവിത നെൽക്കതിരുകൾ പെറുക്കിയെടുക്കാൻ വരുന്ന പെൺകുട്ടികളുടെ പരിശ്രമത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ചിത്രീകരണമാണ് നടത്തുന്നത്. धान काटने के बाद खेत गाली हो जाते हैं, लेकिन जब ये लड़कियां आती है तो खेत फिर से जीवंत हो उठते हैं. നെല്ല് കൊയ്തതിന് ശേഷം വയലുകൾ ശൂന്യമാകുന്നു. എന്നാൽ ഈ പെൺകുട്ടികളുടെ വരവോടുകൂടി വയല് വീണ്ടും ജീവനുള്ളതായി തീരുന്നു. കവി ഉന്നേം രംഗ് ബിരംഗി ചിടിയോം ജൈസ ബതാത്തെ ഹെ ജോ ഏക് ഗേത്ത് സെ ദൂസരെ ഗേത്ത് മേ ജാത്തി ഹെ. കവി ഈ പെൺകുട്ടികളെ രംഗ് ബിരംഗി ചിടിയോം ജൈസ ബതാത്തെ ഹെ, വർണ്ണാഭമായിട്ടുള്ള പക്ഷികളെ പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വയലിൽ നിന്നും മറ്റൊരു വയലിലേക്ക് പോകുന്ന, അതായത് ഒരു വയലിൽ നിന്നും മറ്റൊരു വയലിലേക്ക് പോകുന്ന വർണ്ണാഭമായിട്ടുള്ള പക്ഷികളെ പോലെയാണ് ഇവിടെ ഈ പെൺകുട്ടികളെ പറഞ്ഞിരിക്കുന്നത്. वे दान की बालियों को पहचान कर प्यार से चुनती है. അവർ ധാന്യത്തിന്റെ കതിരുകൾ തിരിച്ചറിഞ്ഞ് സ്നേഹപൂർവ്വം പെറുക്കിയെടുക്കുന്നു. धूप में उनकी हंसी और गुनगुनाहट गीतों में खुशियों से भर देती है. വെയിലിൽ അവരുടെ ചിരിയും അതുപോലെ തന്നെ മൂളലും, മൂളലത് മൂളിപ്പാട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, മൂളിപ്പാട്ടും ഗേത്തോങ്കോ ഖുഷിയോം സേ ഭർ ദേത്തി ഹെ, വയലുകളെ സന്തോഷകരമാക്കി സന്തോഷം നിറയ്ക്കുന്നു. उनके बालों में लगे कनेर के फूल और चेहरों की चमक उनके उत्साह को दिखाते हैं. അവരുടെ മുടിയിലുള്ള അരളിപ്പൂക്കളും അതുപോലെ തന്നെ ചേഹരോങ്കി ചമക്ക് മുഖത്തിൻ്റെ തിളക്കവും ഉൻകെ ഉത്സാഹക്കോ ദിഖാത്തെ അവരുടെ ഉത്സാഹത്തെയാണ് കാണിക്കുന്നത്. ദോഡാസ അനാജ് മിൽനെ പർ ഭി വേ സന്തോഷ് സേ ഘർ ലൗട്ട് ജാത്തി ഹെ, അല്പം മാത്രം ധാന്യം ലഭിച്ചിട്ട് കൂടി അവർ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് മടങ്ങുന്നു. ഉൻകെ ജാനെ കെ ബാദ് ഭി ഗേത്തോ മേ ഉൻകി ഉപസ്ഥിതി കി മിഠാസ് ദേർ തക് ബനി രഹത്തി ഹെ. ഉൻകെ ജാനെ കെ ബാദ് ഭി അവർ പോയതിനു ശേഷവും ഗേത്തോമേ ഉൻകി ഉപസ്ഥിതി വയലുകളിൽ അവരുടെ സാന്നിധ്യത്തിന്റെ മാധുര്യം നിറഞ്ഞു നിൽക്കുന്നു. कविता का संदेश है कि समाज में संघर्ष करने वालों की स्थिति को बदलने की आवश्यकता है. സമൂഹത്തിൽ പോരാടുന്നവരുടെ അവസ്ഥ മാറ്റേണ്ടതിൻ്റെ ആവശ്യകതയാണ് കവിതയുടെ സന്ദേശം. ഇനി നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. धान कटाई के बाद कौन खेतों में उतरती है. ധാൻ കട്ടായി കെ ബാദ്, നെല്ല് കൊയ്തതിന് ശേഷം, കോൻ ഗേത്തോമെ ഉതർത്തി ഹെ, ആരാണ് വയലുകളിൽ വന്നിറങ്ങുന്നത്. സിലാ ബീനത്തി ലടിക്കിയാം, നെൽക്കതിരുകൾ പെറുക്കിയെടുക്കുന്ന പെൺകുട്ടികൾ. സിലാ ബീനത്തി ലടിക്കിയാം കിസ് തര ഉതർത്തി ഹെ, നെൽക്കതിരുകൾ പെറുക്കിയെടുക്കുന്ന പെൺകുട്ടികൾ എപ്രകാരമാണ് ഇറങ്ങുന്നത്. രംഗീൻ ചിടിയോങ്കി തര, വർണ്ണാഭമായിട്ടുള്ള പക്ഷികളെ പോലെ, പല വർണ്ണത്തിലുള്ള പക്ഷികളെ പോലെ. ലഡ്കിയോങ്കെ ബാലോമേ ക്യാ ഹസ്തേ രഹത്തെ ഹെ, പെൺകുട്ടികളുടെ മുടിയിൽ എന്താണ് ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചു. പെൺകുട്ടികളുടെ മുടികൾ ചിരിച്ച് നിൽക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അതെന്താണ്. കനീർക്കെ ഫൂൽ, അരളിപ്പൂക്കൾ. ലഡ്കിയോ കെ ചെഹരെ സേ ക്യാ ഫൂഡ്കർ ധർത്തി പർ ഫൈൽത്തി ഹെ, പെൺകുട്ടികളുടെ മുഖത്തു നിന്നും എന്താണ് പൊട്ടിപ്പുറപ്പെട്ട് ഭൂമിയിൽ വ്യാപിക്കുന്നത്. ഏക്ക് ഗുലാബി രോശനി, ഒരു റോസ് നിറത്തിലുള്ള പ്രകാശം. जब सायंकाल होता है लड़कियों को क्या लगता है.
വൈകുന്നേരമാകുമ്പോൾ പെൺകുട്ടികൾക്ക് എന്താണ് തോന്നുന്നത്? ഇത്തനി ബാലിയോം സേ ഏക് വക്ത് കാ ബഡ്കി ബർ ബാത്ത് തയ്യാർ ഹോ ജായേഗ. ഇത്രയും നെൽമണികൾ കൊണ്ട്, നെൽക്കതിരുകൾ കൊണ്ട് ഒരു നേരത്തേക്കുള്ള ചെറിയ പാത്രം ചോറ് തയ്യാറാക്കാൻ പറ്റും. गाली खेतों में बहुत देर तक क्या भरा रहता है. ശൂന്യമായ വയലുകളിൽ ബഹുത്ത് ദേർ തക്ക് കുറേ സമയത്തേക്ക് എന്താണ് നിറഞ്ഞു നിൽക്കുന്നത്? സിലാ ബീൻതി ലടുക്കിയോം കാ ഹോന. നെൽക്കതിരുകൾ പെറുക്കിയെടുക്കുന്ന പെൺകുട്ടികളുടെ സാന്നിധ്യം. ഇത്രയാണ് വൺ വേർഡ് ക്വസ്റ്റ്യൻ ഉള്ളത്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.